ബിനു. നമ്മുടെ മുമ്പിൽ ഇന്നിരിക്കുന്ന അതിഥി ശ്രീ സുബ്ബരായലു സർ. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. സുബ്ബരായലു സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊല്ലം ബ്രാഞ്ചിന്റെ പ്രവർത്തന ചരിത്രത്തിലെ ഏറ്റവും മികവുറ്റ അധ്യായമായിരിക്കും ഇദ്ദേഹത്തിന്റെ 3.5 പതിറ്റാണ്ടുകൾ എന്ന് കൃത്യമായി നമുക്ക് പറയാൻ കഴിയും. എന്തൊക്കെ ഒരു മനുഷ്യൻ, ഒരു ഏജന്റ് ചെയ്തു സാധിക്കാൻ കഴിയും എന്ന് സ്വജീവിതം കൊണ്ട്, പ്രയത്നം കൊണ്ട് മനസ്സിലാക്കി തന്ന ആളാണ് ശ്രീ സുബ്ബരായലു സാർ. ഇദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് കിട്ടിയത് നമ്മൾ ഓരോരുത്തരും സന്തോഷിക്കുന്നു. വൺസ് അഗൈൻ വെൽക്കം ടു യു സർ. നമുക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, താങ്കൾ എങ്ങനെയാണ് LICയുടെ ഭാഗമായത്? താങ്കൾ ഏതാണ്ട് 3.5 പതിറ്റാണ്ടായെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. 28ാമത്തെ വയസ്സിലാണ് സാർ LICയിലേക്ക് കടന്നു വരുന്നത്. സാറിന് LIC എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലേക്ക് എത്തിയത് എങ്ങനെ? താങ്കളുടെ ജീവിതം എങ്ങനെയായിരുന്നു അതിന് മുന്നേ, അതിനുശേഷം എന്നുള്ളത് സാർ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. തീർച്ചയായും വളരെ വളരെ രസകരം. ഒരു 3 ഫേസാണ്, അതായത് ഇതിന്റെ 3ാമത്തെ തൊഴിൽ മേഖലയാണ്. ആദ്യത്തെ തൊഴിൽ മേഖല എന്ന് പറഞ്ഞാൽ 1973-74 SSLC പരീക്ഷ എഴുതി ഒരാഴ്ച പോലും വെയിറ്റ് ചെയ്യാതെ തന്നെ കൊല്ലത്ത് രാജേഷിന് ഒരു തുണിക്കടയിൽ 45 രൂപ ശമ്പളത്തിന്, അതായത് ഡെയിലി 1 രൂപ 50 പൈസ ശമ്പളത്തിന് ചായയും കാപ്പിയും മേടിച്ചു കൊടുക്കുന്ന ജോലിയായിരുന്നു ആദ്യത്തെ ജോലി. അപ്പൊ അവിടെ ജോലിക്ക് കയറി ആദ്യത്തെ 1-2 മാസം പ്രയാസമായിരുന്നു. കോളേജിൽ പോകാനൊന്നും കഴിയുന്നില്ലെന്നും സാഹചര്യത്തിൽ അങ്ങനെ പോകേണ്ടി വന്നു. പക്ഷേ 1-2 മാസം കഴിയുമ്പോൾ പിന്നെ എന്റെ വെറി മൊത്തം ആ സ്ഥാപനത്തിലെ ഏറ്റവും വലിയ ചീഫ് സെയിൽസ്മാൻ ആവുക. അപ്പോഴാണ് മനസ്സിലായത് മുണ്ടുകൊടുക്കാൻ അറിയണം. ഞാൻ മുണ്ടുകൊടുക്കാറിലൂടെ നെക്കിട്ടോണ്ടാ പോകുന്നത്. ഒരു 45 വയസ്സെങ്കിലും ആയെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഒരു 40 വയസ്സെങ്കിലും ആയെങ്കിൽ മാത്രമേ അയാളെ ഒരു മുതലാളി സെയിൽസ്മാനായിട്ട് അംഗീകരിക്കത്തുള്ളൂ. വലിയ സെയിൽസ്മാൻ എന്ന് പറഞ്ഞാൽ കല്യാണ പാർട്ടികൾ അറ്റൻഡ് ചെയ്യുന്ന ആളാണ് വലിയ സെയിൽസ്മാൻ. പക്ഷേ ഈശ്വരന്റെ കൃപ കൊണ്ട്, എൻ്റെ തീവ്രമായ ആഗ്രഹം കൊണ്ട് രാവിലെ 8 മണിക്ക് കടൽ ഫ്രണ്ടിൽ പോയിരിക്കും. വലിയ സെയിൽസ്മാൻ വരുന്നതിന് മുമ്പേ ഭഗവാനെ ഒരു കല്യാണ പാർട്ടി പറഞ്ഞതിന് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു കല്യാണ പാർട്ടി വന്നു. ആരും ഇല്ലാത്തപ്പോൾ ഞാൻ മാത്രമായിരുന്നു ആ കടയിൽ ഏക സെയിൽസ്മാൻ. എനിക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. അതങ്ങ് വിജയിച്ചു. തുടർന്ന് 1 വർഷത്തിനകത്ത് തന്നെ ആ കടയിൽ ചീഫ് സെയിൽസ്മാനായി മാത്രമല്ല, ഇപ്പം എൻ്റെ പ്രൊഫഷണൽ MDRT എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അമേരിക്കയിൽ പോയിരുന്നു. അന്ന് തുണിക്കടയിൽ ഏറ്റവും വലിയ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ബോംബെ പർച്ചേസിന് പോവുക. അത് മുതലാളി അയക്കണം പർച്ചേസിന്. എന്നിട്ട് ആ കടയിൽ മൊത്തം സാധനം എടുക്കാൻ ഒരാളെ അയക്കും. അങ്ങനെ എൻ്റെ 17ാമത്തെ വയസ്സിൽ ഞാൻ പർച്ചേസിന് പോയി ബോംബെയിൽ. എന്നുവെച്ചാൽ എടുത്തു പറയാൻ കാരണം അവിടെ സൈൻ ചെയ്യാൻ 18 ദിവസമാണ് എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ. ഞാൻ പിന്നെ ചെറിയ എഗ്രിമെന്റ് സൈൻ ചെയ്തു. സോ അവിടെ നിന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല. എന്റെ 23 വയസ്സുണ്ട്. ഇന്നിപ്പോ നിങ്ങളൊക്കെ അറിയപ്പെടുന്ന ബീന കണ്ണന്റെ ഹസ്ബൻഡ് കണ്ണനുമായിട്ട് ചേർന്ന് എറണാകുളം ഷീമാർട്ടിലെ ഏറ്റവും വലിയ ചീഫ് സെയിൽസ്മാൻ ആയിരുന്നു ഞാൻ. 23 വയസ്സുണ്ട്. ഞാൻ ഇന്ത്യയിൽ സഞ്ചരിക്കാത്ത സ്ഥലങ്ങളില്ല. ബനാറസ്, കാഞ്ചീപുരം, കൽക്കട്ട തുടങ്ങിയ എല്ലാ സ്ഥലത്തും പോയി. പിതാവിന്റെ നിലയാണ് കാരണം ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നു. പിന്നെ എന്റെ മേഖല സ്വയം തൊഴിലായിരുന്നു. പിന്നെ എന്നെ അറിയപ്പെടുന്നത്, ഇന്ന് നിങ്ങൾ അറിയപ്പെടുന്ന എറണാകുളം ജയലക്ഷ്മിയുടെ ഏറ്റവും വലിയ ആളായിരുന്നു ഞാൻ. എന്നെ അറിയപ്പെടുന്നത്, എൻ്റെ ഷോർട്ട് നെയിം മണി എന്നാണ്, സുബ്ബരായലു എന്നാണ് ഫുൾ നെയിമെങ്കിലും എന്നെ അറിയപ്പെടുന്നത് പാവാട മണി എന്നാണ്. എന്ന് വെച്ചാൽ അണ്ടർസ്കേർട്ട് മാനുഫാക്ചറിംഗിൽ 50 പേർക്ക് ഞാൻ തൊഴിൽ കൊടുത്തു. 50 പേര് വെച്ച് എറണാകുളത്ത് ഇളമക്കരയിൽ എനിക്കൊരു ഗാർമെന്റ്സ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല എറണാകുളത്തിന്റെ ജയലക്ഷ്മിയുടെ വളർച്ചയിൽ അവിടുത്തെ സ്റ്റാഫ് ട്രെയിനറുമായിരുന്നു. അത് കഴിഞ്ഞ് 1987 കല്യാണം കഴിഞ്ഞ് ഹണിമൂൺ ടൂറൊക്കെ പോയിട്ട് തിരിച്ചു വന്നൊരു മേജർ ആക്സിഡന്റ് ആയി. തലകുട്ടി കൈ പോയി ബൈക്കിൽ. ആ ആക്സിഡന്റ് ആണ് എന്റെ ടേണിംഗ് പോയിന്റ്. അതുവരെ പാവാട മണിയായിരുന്നു ഞാൻ. ആക്സിഡന്റ് കഴിഞ്ഞ് LIC മണിയായി മാറി. ഇപ്പൊ എന്നെ അറിയപ്പെടുന്നത് LIC മണി എന്നാണ്. സോ ഇതാണ് എന്റെ ഷോർട്ട് ഹിസ്റ്ററി. ഇനി ഇതിനകത്ത് പറയണമെങ്കിൽ ഞാൻ എന്ത് കാര്യത്തിൽ ഇറങ്ങുമ്പോഴും എന്റെ ദൈവമായിട്ട് എനിക്ക് തന്ന ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ എന്തുണ്ടോ അത് ധാരാളമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എനിക്ക് പൊക്കമില്ല, വണ്ണമില്ല. ഇനി എൻ്റെ പേര് തന്നെ പറഞ്ഞാൽ പല സ്ഥലത്തും പോയി സുബ്ബരായലു എന്ന് പറഞ്ഞാൽ ആദ്യം ചോദിക്കട്ടെ നീ ആന്ധ്രാക്കാരനാണോ എന്ന് പോയി. അത് തന്നെ എനിക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു. അപ്പൊ എല്ലാ കൂട്ടുകാരെല്ലാം പറഞ്ഞു നിന്റെ പേര് നീ മാറ്റണം, സുബ്ബരാജ് ശോഭരാജ് എന്നാക്കുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ വെച്ച പേരാണ്, ഒരിക്കലും മാറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇപ്പം അമേരിക്കയിൽ ഈ കഴിഞ്ഞ 22 വർഷമായിട്ടും ഞാൻ അമേരിക്കയിൽ ക്വാളിഫൈ പോകുന്ന ഒരാളാണ്. വേൾഡ് ഇൻഷുറൻസ് ഓർഗനൈസേഷനിൽ സുബ്ബരായലു എല്ലാവരും വ്യക്തമായിട്ട് അവിടെ പറയണം. അപ്പം അതെൻ്റെ ഒരു എന്തെല്ലാം നമ്മുടെ ഉണ്ട്. ഒന്നിനു വേണ്ടി നമ്മൾ മാറാൻ തയ്യാറാവേണ്ട കാര്യമില്ല. നമ്മളായിട്ട് നിന്നിരിക്കുക, വേറൊരാളാവാൻ ശ്രമിക്കാതിരിക്കുക. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു മേഖല ഇറങ്ങിയാലും, ഞാൻ തുണിക്കട ഇറങ്ങുമ്പോൾ ആദ്യം ചിന്തിച്ചത് എന്താണ്, ബോംബെ പർച്ചേസിന് പോകണം. ഏറ്റവും വലിയ ആളാണ്. സ്വന്തമായിട്ട് തയ്യൽ കമ്പനി തുടങ്ങിയപ്പോൾ ആദ്യം തീരുമാനിച്ചത് ഏറ്റവും വലിയ യൂണിറ്റ് ആയിരിക്കണം. ചെറുകിട സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ EDP എന്ന് പറയും, എന്റർപ്രണർ ഡെവലപ്മെന്റ് പ്രോഗ്രാം ട്രെയിനിങ്ങിന് പോയി പാസ്സായാണ് 5000 രൂപ എനിക്ക് സർക്കാർ കടം തന്നു. അങ്ങനെ 5000 വെച്ചാണ് ഞാൻ 50 പേർക്ക് കൊടുത്തത്. അപ്പൊ അവിടെയും ഉന്നതന്നുണ്ട്. LIC ഫീൽഡിൽ വന്നപ്പോൾ ആദ്യം നോക്കിയപ്പോൾ കോയമ്പത്തൂർ ഒരു ശ്രീനിവാസ് എന്നുള്ള വ്യക്തി കൊണ്ട്, പുള്ളി ഏജന്റ് ആണ്,
പുള്ളി റിട്ടയർ ചെയ്ത ബ്രാഞ്ച് മാനേജർമാർക്കൊക്കെ ജോലി കൊടുക്കുന്നുണ്ട്, വലിയ ആളാന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ശ്രീനിവാസ് സാവാൻ പറഞ്ഞിട്ട് ഓഫീസ് തുടങ്ങി. അന്ന് തിരുവനന്തപുരം ഡിവിഷനിലെ ബ്രാഞ്ച് മാനേജർ, സീനിയർ ഡിവിഷൻ മാനേജർ സോമനാഥ് സാറായിരുന്നു. അദ്ദേഹം വന്ന് എന്റെ ബ്രാഞ്ച് ഇനാഗുറേറ്റ് ചെയ്തു, എന്റെ ഓഫീസ്. അന്ന് എന്റെ ഇൻകം LIC മാസം 250 രൂപ ഇല്ല. കാരണം 250 രൂപ വാടക കൊടുക്കാനുള്ള ഇൻകം എനിക്കില്ല. സിഗരറ്റും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ച് ആ മുറി കച്ചവടം ചെയ്തിട്ട് ആദ്യത്തെ മാസം വാടക കൊടുത്ത്. അപ്പോൾ ആദ്യത്തെ വർഷം ഞാൻ കോടി വിധേയപ്പോൾ എൻ്റെ വരുമാനം 26,000 രൂപയാണ്. പിന്നെ എൻ്റെ ഒരു ചാർട്ടുണ്ട്, 26, 52, 1, 42, 2, 52. ലാസ്റ്റ് ഇയറിലെ എൻ്റെ ഇൻകം 72 ലക്ഷം രൂപയാണ്. അപ്പം ഇതെല്ലാം എങ്ങനെ സാധിച്ചു ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെ സാധിച്ചത്. പക്ഷെ ഏതൊരു നേരത്തും എനിക്ക് ഒരു കാര്യത്തിലും പരിഭവം ഇല്ല. എനിക്കിത് പോരാ, എനിക്കിതില്ല, അല്ലെ അത് അങ്ങനെ ഒരു പരിഭവങ്ങൾ എനിക്കില്ല. എന്തുണ്ടോ അതിന് ഞാൻ തൃപ്തനാണ്. വെറും ഈ പറയുന്ന SSLC സാധാരണ ഒരു വലിയ ഫ്രണ്ട് ബെഞ്ച് സ്റ്റുഡന്റ് ആണെങ്കിലും അങ്ങനെ വലിയൊരു ഫ്ലൈ ഒന്നും ഇല്ല. പക്ഷെ ഇപ്പം ഓഡിറ്റിന്റെ ചേമ്പറിൽ പോയി ഇൻകം ടാക്സിന് പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്. ഔട്ട് ഗോയിങ് MBA സ്റ്റുഡന്റിന് പോയി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ടെക്സ്റ്റൈൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയതാണ്. അപ്പൊ ഒരു ടെക്സ്റ്റൈൽ സെയിൽസ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ടെക്സ്റ്റൈൽ സെയിൽസ്മാൻ നെവർ ലൂസ് ഹിസ് ടെമ്പർ ഈവൻ ഇഫ് ദ കസ്റ്റമർ ലൂസസ് ദെയർ ഓൺ ടെമ്പർ. പിന്നെ ഒരു മാനസിക ഒരു മനഃശാസ്ത്രത്തിന്റെ കഴിവ് വേണം ഒരു കല്യാണ സാരി കാണിക്കാൻ. എറണാകുളം ശീമാട്ടിൽ ഇരിക്കുമ്പോൾ കല്യാണ സാരി കാണിക്കുന്ന സമയത്ത് ക്രിസ്ത്യൻസ് വരുമ്പോൾ ചെറുക്കന്റെ വീട്ടുകാരും പിന്നെ പെണ്ണിന്റെ വീട്ടുകാരും ഒരുമിച്ച സാരി എടുക്കാൻ വരുന്നത്. ഇവരെ ഒരുമിച്ച് മെരുക്കി കൊണ്ടുപോയില്ലെങ്കിൽ അവിടെ വെച്ച് എന്റെ ബന്ധം പിരിയും. അപ്പൊ അവരെ ക്യാൻവാസ് ചെയ്ത് അവരെ മനസ്സിലാക്കി സാരി കൊടുത്ത്. അപ്പം എന്റെ എല്ലാ ബേസും എന്റെ 14ാമത്തെ വയസ്സിൽ ജൗളിക്കിടെ കയറി കിട്ടിയൊരു ബേസാണ് എനിക്ക്. സോ ഇന്ന് ഞാൻ കാണുന്ന ഈ തൊഴിൽ പറഞ്ഞാൽ ഇതുപോലെ മഹത്തരമായ ഒരു തൊഴിൽ വേറെ ഇല്ല. ഞാൻ ഇന്ന് LIC ഏജന്റ് ആയില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഭൂമുഖത്തെ കാണത്തില്ലായിരുന്നു. അത്രയും വലിയ ദുഃഖങ്ങൾ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഫാമിലി ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം എനിക്ക് ഓർക്കാൻ ചെയ്യാൻ കഴിഞ്ഞത് ഈ പ്രൊഫഷനിലാണ്. മാത്രമല്ല ഈ പ്രൊഫഷനിൽ ഈ കഴിഞ്ഞ ജനുവരി മാത്രം ഞാൻ സമ്പാദിച്ച 25 ലക്ഷം രൂപയാണ്. ഒരു മാസം കൊണ്ട് ഞാൻ സമ്പാദിച്ച 25 ലക്ഷം രൂപ. ഏത് പ്രൊഫഷനിൽ ഇങ്ങനെ സമ്പാദിക്കാൻ കഴിയും? അപ്പൊ ഇതുപോലൊരു പ്രൊഫഷൻ, ബ്യൂട്ടിഫുൾ പ്രൊഫഷൻ. അത് മാത്രമല്ല ഒരുപാട് പേർക്ക് നല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് കുടുംബത്തിന് ഒരുപാട് സംരക്ഷണം കൊടുത്ത് ഒരുപാട് പല പിള്ളേരുടെയും ഇപ്പൊ ഞാനിവിടെ വന്ന് ബ്രാഞ്ച് മാനേജർ സംസ്ഥാനത്തുണ്ടെങ്കിൽ ഒരു കുട്ടി എന്നെ വിളിച്ചു. ആ കുട്ടിയുടെ 1ാമത്തെ വയസ്സ് മുതൽ ആ കുട്ടിയുടെ കല്യാണം വരെ നടത്തി. അപ്പൊ ആ പെൺകുട്ടിക്ക് ഒരു കുട്ടി ജനിച്ചു. ഇപ്പൊ ഇന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളെ ഓടിവാ, എന്റെ മോക്കൊരു പോളിസി ഇടുമെന്ന് പറഞ്ഞു. അപ്പം ഒരു കുടുംബം 3ാമത്തെ തലമുറയ്ക്കാണ് ഞാനിപ്പോ സർവീസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വലിയ കാര്യമാണ്, ഗ്രേറ്റ് അച്ചീവ്മെന്റ്. ഇതാണ് നമ്മുടെ ഇതിനകത്തുള്ള കാര്യം. പിന്നെ ഈ പ്രൊഫഷനെ പറഞ്ഞു ഇതുപോലൊരു പ്രൊഫഷൻ ഈ എവിടെ പോയാലും ഇത്രയും ഗ്യാരണ്ടി ആയിട്ട് വരുമാനം കിട്ടുന്ന ഉറപ്പായി തരുന്ന LIC അല്ലാതെ ആര് തരാനും. ഒരു ജീവൻ ഷീന്ന് ഒരു പോളിസി ഉണ്ടായിരുന്നു. ഞാൻ എല്ലാവരോടും പറഞ്ഞു വിറ്റപ്പം നിങ്ങൾക്കെല്ലാം ഒരു 15 ലക്ഷം രൂപ തരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, 5 ലക്ഷം പോളിസി. പക്ഷെ ഞാൻ കൊടുത്തത് 16,55,000 രൂപയാണ്. LIC കൊണ്ടേ ഒക്കൂ. അതുപോലെ ജീവൻ സ്നേഹം എന്നൊരു പോളിസി ഉണ്ട് സ്ത്രീകൾക്ക് വേണ്ടി. ഒരു സ്ത്രീ 7,000 അടച്ച 7,000 രൂപ ഗ്യാരണ്ടി അഡീഷണൽ. ഇന്ന് ഞാൻ മേടിച്ചു കൊടുക്കുന്നത് ഡെയിലി 100 രൂപ അടച്ച ഒരു കസ്റ്റമർക്ക് ഞാൻ ഇന്ന് മേടിച്ചു കൊടുക്കുന്ന 18 ലക്ഷം രൂപയാണ്. ഇതാര് തരും? ആരും പറയുന്ന വാക്കേ പാലിക്കത്തില്ല. ഇത് പറയുന്നതിനേക്കാളും കൂടുതലാണ് കാര്യം. സോ എന്റെ ഈ സംസാരിക്കുമ്പോൾ ഈ ജീവൻ സ്നേഹയുടെ കാര്യം പറയുമ്പോൾ എന്റെ ശരീരമില്ല, എനിക്ക് രോമാഞ്ചമുള്ള ഒരു കാര്യമുണ്ട്. ഇത്രയും ഇപ്പൊ 11% ആരാ പലിശ വരുന്നത്? 11% per annum ഗ്യാരണ്ടിയാണ് അതിനകത്ത് കിട്ടിയ പലിശ. ഒരു 11 വർഷങ്ങൾക്ക് മുമ്പുള്ള പലിശയാണ്. അതുപോലെ ഞാൻ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു കാര്യത്തിന് വേണ്ടിയാണ്. 2 കാര്യമാണ്. അതായത് ഇന്ന് ഞാൻ മനസ്സിലാക്കിയത് ഹ്യൂമൻ ലൈഫ്സ് ആർ ലെങ്തനിങ്. അതായത് ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം ഇതായിരിക്കണം. അതായത് വലിച്ചു നീട്ടപ്പെടുന്ന വാർദ്ധക്യമാണ് ഇന്നത്തെ ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിക്കുന്നത്. അതിനകത്ത് നമ്മൾ വെളിയിൽ വരാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ LIC ചേർന്ന ഒരു വലിയ പരിപാടി കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒന്നാണ് ജീവൻ ഉമംഗ്, വേറൊന്നാണ് ജീവൻ ശാന്തി. ജീവൻ ശാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും പെൻഷൻ. ഇന്നിവിടെ കുറെ സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ ഉള്ളൂ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇത് കൊണ്ടുവന്നേക്കുന്ന ഗ്യാരണ്ടീഡ് പെൻഷനാണ്. ഒരു വ്യക്തി ഇന്ന് 30 വയസ്സുള്ള വ്യക്തി 30 വയസ്സ് മുതൽ എന്നാൽ ചേരാൻ പറ്റും. ആ വ്യക്തി ചേർന്നിട്ട് എനിക്കൊരു 40 വയസ്സ് മുതൽ പെൻഷൻ വേണം, അല്ലെങ്കിൽ അന്ന് മുതൽ പെൻഷൻ വേണമെന്ന് പറഞ്ഞാൽ ആ വ്യക്തി എത്ര കാലം ജീവിച്ചിരിക്കുന്നു ആ പെൻഷൻ മാറാതെ തരാൻ കഴിയുന്ന ഒറ്റ സ്ഥാപനം LIC ഉള്ളൂ. പക്ഷെ അതിനകത്ത് ഡിഫേർമെന്റ് പീരീഡ് എന്നൊരു പീരീഡ് ഉണ്ട്. അതായത് 30 വയസ്സുള്ള ഒരാൾ എനിക്ക് 10 വർഷം കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞാൽ 10.5% ആണ് പലിശ വരുന്നത്. ഇങ്ങനെ ഒരു പലിശ 10.5% 10 വർഷം കഴിയുമ്പോൾ നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ നോക്കത്തില്ല. അങ്ങനെ ഇപ്പം ഇന്ന് 10 ലക്ഷം ഇട്ടാൽ 10 വർഷം കഴിഞ്ഞ് 1,05,000 കിട്ടുന്ന തുടങ്ങിയാൽ ജീവിതകാലം മൊത്തം 1,05,000. അതിനേക്കാളും വലിയൊരു കാര്യം, ഏതൊരു ധനകാര്യ സ്ഥാപനത്തിൽ ഒരു എമൗണ്ട് ഫിക്സഡ് ഇട്ടിട്ട് നമ്മൾ പലിശ വാങ്ങി തുടങ്ങിയാൽ എമൗണ്ട് വളരത്തില്ല. ഇത് ഇട്ടതിന്റെ പിറ്റേന്ന് മുതൽ 10% ഗ്രോത്ത് ആണ്. സപ്പോസ് യു ആർ ഇൻവെസ്റ്റിംഗ് 10 lakhs, എനിത്തിങ് ഹാപ്പൻസ് ദ നെക്സ്റ്റ് ഡേ യുവർ നോമിനി ഈസ് എലിജിബിൾ ടു ഗെറ്റ് 11 lakhs.
അതുപോലെ ജീവൻ ഉമ്മക്കിനെ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഞാൻ ഇവിടുന്ന് പെൻഷൻ സ്കീമൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ 15 വർഷം ഇത്രയാവും, അത് കഴിയുമ്പോൾ ഇത്രയാവും, മാർക്കറ്റിൽ ഇത്ര പലിശ കിട്ടും, എന്ത് പെൻഷൻ കിട്ടും എന്നൊന്നും പറയാൻ ഒക്കത്തില്ലായിരുന്നു. പക്ഷെ ഉമ്മങ്ക് എന്ന് പറഞ്ഞാൽ മന്ത്ലി 5000 അടയ്ക്കാവോ 5000 പെൻഷൻ തരാം, മന്ത്ലി 10000 അടയ്ക്കാവോ 10000 പെൻഷൻ തരാം. ഇങ്ങനൊരു സ്കീം മാർക്കറ്റ് ചെയ്യാൻ എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് വളരെ എളുപ്പമാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരാൾ ക്യാൻവാസ് റെഡിയായിട്ട് ഞാൻ വിളി വരുന്നേ ഉള്ളൂ. പുല്ലൂരിൽ എൻ്റെ ഏറ്റവും വലിയൊരു സുഹൃത്താണ്, പുല്ലൂർ ആദാസിന്റെ ഉടമയാണ്. മന്ത്ലി 1.25 ലക്ഷം രൂപ മാറ്റാൻ തയ്യാറായിരിക്കുകയാണ്, ഇയർലി 15 ലക്ഷം രൂപ. അതിന് എവിടെ മെഡിക്കലിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞ് സാറിനെ ചോദിക്കാനും കൂടി അതിനോട് വന്നത്. അപ്പം എൻ്റെ ഈ പ്രൊഫഷനിൽ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. മാത്രമല്ല എനിക്ക് സങ്കടം കൂടി ഉണ്ട്. എൻ്റെ ജാതക പ്രകാരം ഇനി ഒരു 3600 ദിവസം കൂടി ഞാൻ ജീവിക്കുന്നു. പക്ഷെ ഭഗവാനെ എനിക്ക് ഇനി കുറച്ചുകൂടെ കാലം ജീവിക്കാൻ കിട്ടണേ എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഈ തൊഴിൽ. അതായത് ഈ തൊഴിൽ പോലൊരു തൊഴിൽ എൻ്റെ ഈ പറയുന്ന എനിക്ക് എനർജി തരുന്നുള്ളൂ. എനിക്ക് അസുഖം വരത്തില്ല. എനിക്ക് അസുഖം ഈ തൊഴിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ എന്നെ വിളിച്ചിരിക്കും. സുബരായാലും ഇന്ന് എൻ്റെ മോളുടെ കല്യാണമാണ്, കല്യാണം ഫിക്സ് ചെയ്തു, എനിക്ക് ഫണ്ട് എവിടെ നിന്ന് ഒപ്പിക്കാം. അപ്പം ഞാനൊരു ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസ് നടത്തുന്നുണ്ട്. ഒരു കസ്റ്റമറിന്റെ കൂടെ നിന്ന് ആ കല്യാണത്തിന് അയാളുടെ കൂടെ പങ്കെടുത്ത് ഞാൻ ഏതാണ്ട് ഏറ്റവും വലിയ സന്തോഷമായിട്ട് പറയേണ്ടത് ഞാനൊരു 2500 വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. വീട് വെച്ച് കൊടുത്ത് മീൻസ് കൺസ്ട്രക്ഷൻ അല്ല, അതിൻ്റെ കൂടെ നിന്ന് ഫൈനാൻസ് അറേഞ്ച് ചെയ്ത് ആർക്ക് എഞ്ചിനീയറിന് പ്ലാൻ വരച്ച് കൊടുക്കണം, ആ എഞ്ചിനീയർമാരെ റെഡിയാക്കി കൊടുത്ത് ഈ ആഡിറ്റിനെ കൊണ്ട് ഫയൽ ചെയ്ത് ലീഗൽ ഒപ്പീനിയൻ എടുത്തു കൊടുത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യാൻ കഴിഞ്ഞത് ഈ ഒരു തൊഴിൽ വന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഈ എല്ലാവരുമേ ഈ പറയുന്ന LIC ഏജന്റ് ആയി കഴിഞ്ഞാൽ ഫാമിലിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പൊരുത്തപ്പെട്ട് പോകാനും ജീവിതത്തിൽ ദുഃഖങ്ങൾ വരാതിരിക്കാനും ക്ഷമയോടുകൂടി ജീവിക്കാൻ കഴിയുന്നതാണ് ഞാൻ പഠിച്ചപ്പോൾ. ഓക്കെ സാർ, സാർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അതിനകത്ത് ഒന്നെന്ന് പറയുന്ന സാറിന്റെ ഒരു പേര്, അതിനെ എത്രത്തോളം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ വീട്ടുകാരാണ്, ആ വീട്ടിലെ ആ പേരിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താന്നുള്ള ഒരു പാഠമുണ്ട് സാർ. അപ്പം അത് മാത്രമല്ല, സാറിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് സെയിൽസ് എന്ന് പറയുന്നത്. സാർ ഒരു ഏജന്റ് എന്തൊക്കെ ആയിരിക്കണം എന്നുള്ളതും സാറിൽ നിന്നുള്ള ഒരു എക്സാമ്പിൾ കൂടിയാണ്. ഈ പറഞ്ഞ കണക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് വേണ്ടി 3 തലമുറ താങ്കളെ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തന്നെ സാർ ഒരു ബ്രാൻഡഡ് ആയി കഴിഞ്ഞു LICയെ സംബന്ധിച്ച്. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, നമ്മളിപ്പം ഭയങ്കര കഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്, പ്രത്യേകിച്ച് ബിസിനസ്. COVID-19 എന്ന് പറയുന്നത് ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും വ്യാപിച്ചിരിക്കുകയാണ്. നമ്മുടെ LICയിലും അതിൻ്റെതായിട്ടുള്ള ബിസിനസ്സിൽ നമ്മുടെ നമ്പർ ഓഫ് പ്രീമിയം കുറയുന്നു, ഫസ്റ്റ് പ്രീമിയം ഇൻകം കുറയുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ അഡ്വേഴ്സായിട്ട് നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. സാറിന്റെ ഒരു ചിന്ത എങ്ങനെയാണ് ഇനി വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളെ കഴിഞ്ഞ കണക്ക് ഒരു പരമ്പരാഗത ബിസിനസ് ആയിരിക്കുമോ ഇനി വരാൻ പോകുന്ന ഒരു 10 വർഷം നമ്മൾ നേടാൻ പോകുന്നത് അല്ലെങ്കിൽ നേരിടുന്നത്? അതിനെക്കുറിച്ച് സാറിന്റെ ഒരു അഭിപ്രായം. വളരെ വളരെ നല്ല രീതിയിലുള്ള അഭിപ്രായമാണ്. അത് നിങ്ങൾ ചോദിച്ച വലിയൊരു പോയിന്റാണ്. അതായത് ശരിക്കും ഏതൊരു സംഭവം നടക്കുമ്പോഴും അതിനകത്ത് 2 ഘടകം കാണും. ഒരു സങ്കടം കാണും, ഒരു ഓപ്പർച്യൂണിറ്റി കാണും. ഒരാൾ മരിച്ചാൽ തന്നെ എന്താണ് ഒരു മയ്യപ്പെട്ടി റെഡിയാക്കി എന്ന് പറയുന്ന പോലെ ഇപ്പൊ ഈ കോവിഡ് കാരണം അടിപൊളി ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി ഒരുപാട് മേഖലയിലുണ്ട്. പക്ഷെ ആ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുക, പ്രത്യേകിച്ച് നമ്മുടെ മേഖലയിൽ LIC മേഖലയിൽ ഞാൻ കാണുന്ന മേഖലയിൽ ഓപ്പർച്യൂണിറ്റീസേ ഉള്ളൂ. പണ്ട് NRIക്കാരുടെ പുറമേ നടന്ന് പോളിസി എഴുതാൻ പറഞ്ഞാൽ എഴുതത്തില്ല. ഇന്ന് നമ്മുടെ പുറമേ എനിക്ക് എഴുതാൻ കഴിയുന്നില്ല. സോ ഓപ്പർച്യൂണിറ്റീസ് വളരെ വളരെ വലുതാണ്. എല്ലാവരും ഇൻഷുറൻസ് പറ്റി മനസ്സിലാക്കുകയും ചെയ്യും. പണ്ടത്തെക്കാളും എഫേർട്ട്ലെസ് ആയിട്ട് പോളിസി ക്യാൻവാസ് ചെയ്ത് കൊടുക്കാൻ കഴിയും. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയുകയാണ്, ഹ്യൂമൻ ലൈഫ്സ് ആർ ലെങ്തനിങ്. ആ ലെങ്തനിങ്, ആ വലിച്ചു നീട്ടപ്പെടുന്ന വാർദ്ധക്യ കാലത്ത് ഒരു 50-55 വയസ്സ് കഴിയുമ്പം പിള്ളേരെല്ലാം വളർന്ന് അവരുടെ ഇതിൽ പോകുമ്പം പിന്നെ ഒരു 30 വർഷം മിനിമം ജീവിക്കേണ്ടി വരുമ്പം നിർബന്ധമായിട്ടും വേണ്ടിയ ഒരു കാര്യം പെൻഷൻ തന്നെയാണ്. അതിന് നമ്മളെപ്പോലെ ആരാണ് ഇത്രയും ഗ്യാരണ്ടി ആയിട്ട് പെൻഷൻ തരാന്ന് പറഞ്ഞ സ്കീം? ഈ 2 സ്കീമും വിഡ്രോ ചെയ്തിരിക്കട്ടെ. എൻ്റെ സങ്കടം അതേ ഉള്ളൂ. ഇനിയും ഈ ജീവൻ ശാന്തി വീണ്ടും വിഡ്രോ ചെയ്യാൻ പോവാണ്. അത് ഇനി എത്ര ദിവസം കാണുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കഴിഞ്ഞ തവണ 1 വർഷം മുമ്പ് കൊടുത്തപ്പോൾ തന്നെ അന്ന് ഒരാൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ 10 വർഷം കഴിഞ്ഞ് അയക്ക് ഞാൻ മാസം 12,000 കൊടുക്കുമായിരുന്നു. ഇന്ന് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ 10 വർഷം കഴിഞ്ഞ് മാസം 10,000 കൊടുക്കാൻ കഴിയത്തുള്ളൂ. ഇങ്ങനെയുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഇനിയും കുറയും. പക്ഷെ ഇതെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം. അതിനെ ഞാൻ ഓടിക്കൊണ്ട് എനിക്ക് സമയമില്ല. ഞാൻ തന്നെ എൻ്റെ വീട്ടിലൊരു സ്റ്റുഡിയോ റെഡിയാക്കുവാണ് എല്ലാവരെയും. പിന്നെ അടുത്ത വലിയൊരു കാര്യം, ഇദ്ദേഹം ചോദിച്ചില്ല കോവിഡ് വന്നുകൊണ്ട് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു 70,000 രൂപ ശമ്പളം മിച്ചമാണ് മാസം. ഞാൻ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് 2 സ്റ്റാഫായിട്ടാണ് ഞാൻ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നത്. മന്ത്ലി ഒരു 70,000 രൂപ സാലറി കുറഞ്ഞു. 7 സ്റ്റാഫ് ഇല്ല. അപ്പോൾ ഈ കോവിഡ് കൊണ്ട് നേട്ടമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ടെക്നോളജി കൂടുതൽ പഠിക്കാനും കഴിഞ്ഞു. ഒരുപാട് പേരെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഓൺലൈനിൽ പ്രീമിയം അടപ്പിക്കാൻ ഞാൻ തയ്യാറാക്കി. അതുകൊണ്ട് കോവിഡിന് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം വളരെ വലിയ ശോഭനമായ ഭാവിയാണ് നമ്മുടെ മേഖലയിൽ.
ഇൻഷുറൻസ് മേഖലയിലുള്ളത് വളരെ വളരെ വലിയ ശോഭനമായ ഭാവിയാണ്. എഫേർട്ട്ലെസ് ആയി ചെയ്യുന്നത് മാത്രമല്ല, പ്രീമിയം കളക്ഷൻ ചെയ്യാനൊന്നും നമ്മൾ ഓടി നടക്കേണ്ട. ആൾമോസ്റ്റ് എൻ്റെ 80% കസ്റ്റമേഴ്സ് ഇപ്പോൾ ഓൺലൈൻ വീട്ടിൽ നിന്ന് അടങ്ങുന്ന രീതിയിലായി. അപ്പോൾ പിന്നെ എനിക്ക് അത്രയും എഫേർട്ട് കുറയുന്നു. നമ്മളൊന്ന് ഫോൺ ചെയ്താൽ മതി. സാർ, ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് LICയുടെ വിൽക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്ലാനുകൾ സാർ നേരത്തെ തന്നെ പറഞ്ഞു, ജീവൻ ശാന്തി ഉമങ്ങുമാണ്. അപ്പം അതെങ്ങനായിരിക്കും സാർ ആൾക്കാരിലേക്ക്, ഇപ്പം പുതിയതായിട്ട് കാണുന്ന ഒരു കസ്റ്റമർ സാർ അതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരുന്നത് എങ്ങനായിരിക്കും? നമ്മുടെ LICയുടെ ഈ ഒരു കാലഘട്ടവുമായി ബന്ധപ്പിടിച്ച് അതിനെ എങ്ങനായിരിക്കും സാർ അതിനെ ബന്ധിപ്പിച്ച് പോളിസി ക്യാൻവാസ് ചെയ്യും? വെരി നൈസ് ക്വസ്റ്റ്യൻ. അതായത് വളരെ ചെറിയൊരു സംഭവം തന്നെയാണ്. ടു ഫൈൻഡ് ഔട്ട് വാട്ട് ദ അതർ ഫെലോ വാട്ട്സ്. നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനല്ല അതുള്ള ലക്ഷ്യം. നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പം ന്യൂ ഏരിയൽ എന്ന് പറയുന്ന പോലെ വിപണിയിൽ നമുക്കും കുറേ പ്രോഡക്ട്സ് ഉണ്ട്. പക്ഷേ നമ്മുടെ പ്രോഡക്ട്സ് വിൽക്കുന്നതിന് മുമ്പ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ദ അതർ ഫെലോ വാട്ട്സ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താണ്? മൂന്ന് കാര്യങ്ങളാണ് ഞാൻ നോക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാലശേഷം ആർക്കെങ്കിലും കിട്ടുന്നതാണോ, അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരിക്കുമ്പം അദ്ദേഹത്തിന് കിട്ടുന്നതാണോ, അല്ലെ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫാമിലി കിട്ടേണ്ടതാണോ? അങ്ങനെയാണെങ്കിൽ ജീവൻ ലക്ഷ്യം. അതുപോലെ ഒരു സ്കീം വേറില്ല. കാരണം അല്ലേ, ഒരു സപ്പോസ് ഒരു ഉദാഹരണം പറയാം. 10 ലക്ഷത്തിൻ്റെ ഒരു പോളിസി സാറിന് എല്ലാവർക്കും എടുക്കാൻ കഴിയുന്ന പോളിസിയാണ്. മാസം ഒരു ആവറേജ് മാൻ എടുക്കാൻ കഴിയും 10 ലക്ഷം ജീവൻ ലക്ഷ്യം. എടുത്തു കഴിഞ്ഞാൽ സാധാരണ ഏത് പോളിസി എടുത്താലും 10 ലക്ഷം ആ പോളിസി. ഇപ്പം ജീവൻ ആനന്ദ് എടുത്തു, ആ ഒരു വ്യക്തി മരിച്ചുപോയ കുടുംബത്തിന് 10 ലക്ഷം കൊടുക്കും. ആ 10 ലക്ഷം കൊണ്ട് ആ ഫാമിലി എന്ത് ചെയ്യണം? എവിടെയെങ്കിലും ബാങ്കിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മാസം ഒരു 5000 പോലും കിട്ടത്തില്ല. പക്ഷേ ജീവൻ ലക്ഷ്യയിൽ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ മാസം 10,000 രൂപ ടാക്സ് ഫ്രീ റിട്ടേൺ കിട്ടും. മന്ത്ലി 10,000 രൂപ. 10 ലക്ഷം അല്ല വലുത്. 10 ലക്ഷം കൈ കിട്ടിയിട്ട് വലിയ കാര്യമില്ല, എവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ ടാക്സ് ഫ്രീ ഇൻട്രസ്റ്റ് LICയിൽ നിന്ന് മാസം 10,000 കിട്ടും. സോ ജീവൻ ലക്ഷ്യം ഫോർ ദാറ്റ്. എൻ്റെ കാലശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് എൻ്റെ ഫാമിലി കിട്ടണമെങ്കിൽ ജീവൻ ലക്ഷ്യം. ഓക്കെ. പിന്നെ ഒരാൾ പറയുന്നു എനിക്കതൊന്നുമല്ല. ഇപ്പം നമ്മളിപ്പം പ്രസന്റ് വാല്യൂ ഫ്യൂച്ചർ വാല്യൂ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. എനിക്കിപ്പോൾ ഒരു 3 വയസ്സ് കുട്ടിയുണ്ട്. 18 വയസ്സാകുമ്പോൾ ആ കുട്ടിക്ക് വേണ്ടി എൻ്റെ ഒരു 50 ലക്ഷം വേണം. ദാറ്റ് ഇസ് കോൾഡ് ഫ്യൂച്ചർ വാല്യൂ. അപ്പോൾ ഗോ ഫോർ ജീവൻ ലാബ്. ജീവൻ ലാബ് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. നമുക്ക് അവിടെ ഒരു ഞാനൊരു കസ്റ്റമർ എൻ്റെ പറഞ്ഞു, എനിക്ക് 35 വയസ്സായി. ഞങ്ങൾ മിക്കവാറും എൻ്റെ പിള്ളേരിൽ എന്നെ അംഗം തന്നെ വിളിക്കുന്നത്. എന്നിട്ട് കൊച്ചാളുകളുള്ളതുകൊണ്ട് 35 വയസ്സായി, എൻ്റെ 6 വയസ്സ് കിട്ടിയാൽ മതി അംഗങ്ങളുള്ളത്. അവൻ തന്ന മാസം 10,000 രൂപ. ജീവൻ ലാബ് 25 ലക്ഷത്തിൻ്റെ പോളിസി എടുത്തു. 16 വർഷം കൊണ്ട് അടച്ചത് 18 ലക്ഷം അടച്ചോളൂ. മെച്യൂരിറ്റി 65 ലക്ഷം രൂപയാണ്. സോ അത് നല്ല പോളിസി. അപ്പം എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രോഡക്റ്റ്സ് ഒന്നും വേണ്ട. ഒരു പ്രോഡക്റ്റിനെ തന്നെ എല്ലാ രീതിയിലും കാണാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഒരു സ്പാനർ വെച്ചുകൊണ്ട് ഒരു സ്കൂട്ടറിൻ്റെയോ അല്ലെങ്കിൽ ഒരു ബൈക്കിൻ്റെയോ ഒരു കാറിൻ്റെയോ ഒക്കെ എല്ലാ സ്പെയർ പാർട്സ് ഇളക്കാൻ കഴിയുന്ന പോലെയാണ്. അതില്ല ഇതില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. ഒരു ജീവനമംഗ് തന്നെ പെൻഷൻ ആക്കാം, ഒരു ജീവനമംഗ് തന്നെ ചിൽഡ്രൻസ് മണി ബാക്ക് പോളിസി ആക്കാം, ഒരു ജീവനമംഗിന് തന്നെ എങ്ങനെ വേണമെങ്കിലും കാണാം. അപ്പം മെയിൻ 2 പ്രോഡക്റ്റ് എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ജീവൻ ശാന്തിയും ജീവൻ ഉമംഗും ധാരാളമാണ്. പിന്നെ എല്ലാ പ്രോഡക്റ്റിനും ആ രീതിയിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ സാർ ഒരു സാധാരണ ഏജന്റ് അല്ല. സാർ ഒരു ചെയർമാൻസ് ക്ലബ് മെമ്പറാണ്, ഒരു CLA കൂടിയാണ്. അപ്പം സ്വാഭാവികമായിട്ടും സാറിന്റെ കൂടെ ഒരു വലിയൊരു ടീമുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമിംഗ് യൂണിറ്റ് കൂടിയാണ് സാറിന്റെ. അപ്പോൾ സാറിന് ഇതെല്ലാം എങ്ങനെ സാറിന് ഈ സമയം കണക്കാക്കാൻ പറ്റുന്നു? സാറിന്റെ ബിസിനസ് സാറിന് നോക്കി കാണേണ്ടി വരും. സാറിന്റെ വരുന്ന CLA സൂപ്പർവൈസറി ഏജൻസിന്റെ കാര്യങ്ങളും സാറിന് നോക്കേണ്ടി വരും. അവരോടൊപ്പം പോയി ബിസിനസ് ക്യാൻവാസ് ചെയ്യേണ്ടി കൂടി സാറിന് വേണ്ടുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടെ ഒരു നല്ലൊരു ടീമിനെ ബിൽഡപ്പ് ചെയ്യാൻ അവർ നല്ല പെർഫോമേഴ്സ് ഉയർന്നു വരുന്നുണ്ട്. ഒരു MDRT ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അനിത അദ്ദേഹം BM ക്ലബിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം അത്തരത്തിലൊരു വലിയൊരു ടീമിനെ ബിൽഡ് ചെയ്യാനും സാറിന് സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ സാറിന് എങ്ങനെയാണ് ഈ ബിസിനസ് പുറകെ പോകുന്നതിന് ഒപ്പം ഒരു ടീമിനെ ബിൽഡപ്പ് ചെയ്തെടുക്കാൻ സാറിന് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് കൂടി? ശരിക്കും പറയാൻ കഴിഞ്ഞാൽ വലിയ നീണ്ടൊരു ചോദ്യം ചോദിച്ചത്. പക്ഷെ ഉത്തരം ഞാൻ ആസ് യൂഷ്വലായിട്ട് ഒന്നിനും വ്യത്യാസം കാണുന്നില്ല. എൻ്റെ റെഗുലർ സ്റ്റൈലിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് പോകുന്നു. ആ വർക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ സംസാരിക്കുന്നത് തന്നെയാണ് ഏജൻസിന് ട്രെയിനിങ്. ഞാനൊരു കസ്റ്റമറെ ക്യാൻവാസ് ചെയ്യുമ്പോൾ ഒരു ഏജന്റിനെ അടുത്തിരുത്തിട്ട് ക്യാൻവാസ് ചെയ്യുമ്പോൾ പിന്നെ ഞാനൊന്നും പറഞ്ഞു കൊടുക്കണ്ട. ഒരു 4-5 പേരെ ഞാൻ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഏജന്റിനെ കൊണ്ട് ഒരു 4-5 കസ്റ്റമറിൻ്റെ കൂടെ ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അയക്ക് വേറെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇതിന് ദൈനംദിന പ്രവർത്തനത്തിൽ ഒന്നിനു വേണ്ടി ഞാൻ സമയങ്ങൾ ഇതിന് അലോക്കേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. രാവിലെ ഇറങ്ങിയ എന്നും ഡയൽ ഏറ്റവും വലിയ കാര്യം വിപണിയാണ്. വിപണി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ കസ്റ്റമേഴ്സാണ്. കസ്റ്റമറോട് ബന്ധപ്പെടാൻ എനിക്ക് ഈശ്വരൻ ഒരുപാട് മാർഗങ്ങൾ തന്നു. ഏതെങ്കിലും ഒരു നേരം മിക്കവാറും പറയുമ്പോൾ ഏത് സ്ഥലത്ത് ഏത് രാത്രി ഇപ്പം മരണ വീട്ടിൽ നിന്ന് രാത്രി 11:30 മണിക്ക് എനിക്ക് 25 lakhs പോളിസി കിട്ടിയിട്ടുണ്ട്. ആ മരണ വീട്ടിൽ ഇപ്പം ഞാൻ സഹായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് നിൻ്റെ ഇവർക്ക് പോളിസി ഉണ്ടോയെന്ന് ചോദിച്ചു. അതെ പോളിസി ഉണ്ടെന്ന്. ഇനി ഒരു കാര്യം ചെയ്യും, പോയിട്ട് വാ, നാളെ രാവിലെ ഒന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ 25 ലക്ഷം പോളിസി എടുത്തോളാം അവർക്കൊന്ന് ചോദിക്കാതില്ല. പിന്നെ ഇത് ചോദിച്ചതിൻ്റെ ഏറ്റവും വലിയ കാര്യം
അത് പറയേണ്ട കാര്യമാണ്. എൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനെയും അറിവുള്ളവരാക്കി അവരറിയാതെ ഞാൻ അവരെൻ്റെ സബ്ജക്റ്റ് ആക്കിയിട്ടുണ്ട്. എൻ്റെ എല്ലാ കസ്റ്റമറും പ്രൊഡക്റ്റിനെ പറ്റി ഞാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് എല്ലാം നീറ്റാക്കി കഴിയുമ്പം അവരുടെ കൂട്ടുകാരത്ത് ഞാൻ സംസാരിക്കുന്നതിനേക്കാൾ നല്ലപോലെ പ്രോഡക്റ്റ് പറഞ്ഞു വെച്ച് അവിടെ ക്യാൻവാസിൽ വെച്ചാണ് ഞാൻ പോയി ചെക്ക് എഴുതേണ്ട ജോലിയെ കാണത്തുള്ളൂ. പ്രോഡക്റ്റിനെ പറ്റി കസ്റ്റമറിനെ ശരിക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറഞ്ഞാൽ, ഇനി അതിനേക്കാളും വലിയൊരു കാര്യം, സാറിൻ്റെ സമയം ചോദിച്ചു, കൊല്ലത്ത് പായക്കട റോഡ് എന്ന് റോഡുണ്ട്. കൊല്ലം കണ്ടം ഇല്ലം വേണ്ടെന്ന് പറയാനുള്ള കാരണം ആ പായക്കട റോഡായിരുന്നു. കാരണം പായക്കട റോഡിൽ ഒരു 2 മുതൽ അങ്ങ് എൻ്റെ ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ. ആ 1.5 കിലോമീറ്ററാണ് കേരളം മൊത്തം നിയന്ത്രിക്കുന്ന മാർക്കറ്റ്. അപ്പോൾ ആ മാർക്കറ്റിൽ നിന്ന് ഞാൻ ഈ 35 വർഷമായിട്ടും വെളിയിൽ വന്നിട്ടില്ല. അപ്പുറത്തെ റോഡിൽ മാർക്കറ്റിൽ എനിക്ക് പോകാൻ സമയമില്ല. അവിടെ തന്നെ എൻ്റെ സമയം പോയി. ആ ഇരിക്കുന്ന കസ്റ്റമേഴ്സിന് വേണ്ടി ഫുഡ് അഡൽട്രേഷൻ ആക്ട്, വെയിറ്റ് ആൻഡ് മെഷേഴ്സ് ആക്ട്, ഇൻകം ടാക്സ് തുടങ്ങി അവർക്ക് വേണ്ടി എല്ലാം പഠിച്ചു വെച്ചുകൊണ്ട് അവരുടെ മാത്രമേ ഞാൻ ക്യാൻവാസ് ചെയ്യുന്നുള്ളൂ. കൊല്ലത്ത് ഞാൻ വേറെ എവിടെയൊന്നും രാവിലെ എണീറ്റ കൊണ്ട ഉച്ചയ്ക്ക് കൊട്ടിയെന്നൊന്നും ഞാൻ പോകുന്നില്ല. പായക്കർ റോഡിൽ നിന്ന് ഞാൻ ഇതുവരെ മാറിയിട്ടില്ല. എനിക്ക് ഇനി എഴുതി തീർന്നിട്ടില്ല. പായക്കർ റോഡ് തന്നെ ഞാനൊരു കാൽഭാഗമേ കവർ ചെയ്തിട്ടുള്ളൂ. പായക്കർ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കേരളത്തിൽ അറിയേണ്ടത് ഇപ്പം ട്രിവാൻഡ്രം ചാല എന്നൊക്കെ പറയുന്ന പോലെ ഒരു മാർക്കറ്റാണ് പായക്കർ റോഡ് മാർക്കറ്റ്. അപ്പം ഒരു വലിയ കാര്യമാണ്. കാരണം പല ആൾക്കാരും CLA ഷിപ്പിലോട്ട് വരാത്തത് തന്റെ ബിസിനസ് അതിന് കൊണ്ടം വരുമോ, ബാധിക്കുമോ എന്നുള്ള ഒരു പേടിയുണ്ട്. സാറ് പറയുന്നത് വെച്ചിട്ട് സാറിന്റെ ബിസിനസ്സിലൂടെയാണ് സാർ CLAസിനെ കൊണ്ടുവരുന്നത്, അവരെ നർച്ചർ ചെയ്യുന്നത്, അവർ പെർഫോമേഴ്സാണ്. അപ്പം സ്വാഭാവികമായിട്ട് ഒരു വലിയ പോയിന്റാണ്, ബാക്കിയുള്ള ഏജൻസിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പോയിന്റാണ് സാർ. എനിക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് സാറിന്റെ അടുത്ത് ചോദിക്കാനുള്ളത്, നമ്മുടെ ജീവൻ ശാന്തി ഇപ്പം വിഡ്രോ ചെയ്യാൻ പോവുകയാണ്. ഈ ജീവൻ ശാന്തി എന്ന് പറയുന്നത് സാർ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് ആൻ യുണീക് പ്ലാൻ. ഒരാൾക്ക് 10.5% അല്ലെങ്കിൽ 12% വരെ റിട്ടേൺ കിട്ടുന്ന ഒരു പ്ലാൻ വേറെ ഇല്ല. ഇപ്പം LICയുടെ അല്ലാതെ വേറെ ഏത് പെൻഷൻ പ്ലാൻ എടുത്താലും അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. അപ്പം ഇത് ഏതാനും കുറച്ച് നാളുകൾ കൂടി മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഇതിനെ കുറെ കൂടി ആൾക്കാരിലേക്ക് എത്തിക്കാൻ സാറിന് എന്തെങ്കിലും യുണീക് ബിസിനസ് സ്ട്രാറ്റജീസോ പ്ലാൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ബാക്കിയുള്ളവർക്കും കൂടെ പറഞ്ഞു കൊടുത്താൽ നമുക്ക് അത്രയും. തീർച്ചയായും വളരെ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു 35-നും 45-നും ഇടയ്ക്കുള്ള ആളുകളുടെ ലിസ്റ്റ് സെലക്ട് ചെയ്യുക. ഞാൻ എൻ്റെ ക്ലിക്ക് ചെയ്തതിൻ്റെ കമ്പ്യൂട്ടറിലെല്ലാം വരും. അവർ വിളിച്ചിട്ട് പറയാൻ പോകുന്നത് ഇതുപോലൊരു ചാൻസ് അല്ല, 65-70 വയസ്സുള്ളവരടുത്തല്ല ഞാൻ നോക്കുന്നത്, വിപണി അത്രയും പേരുടെ ലിസ്റ്റ് എടുത്ത് വെച്ചുകൊണ്ട് എല്ലാവർക്കും അയക്കുക. അവർക്ക് എടുത്ത് വെച്ചുകൊണ്ട് ഇതാണ് സംഭവം, നിങ്ങൾക്ക് ഇപ്പം 35 വയസ്സാണ്, നിങ്ങൾ 45 വയസ്സ് മുതൽ പെൻഷൻ വാങ്ങാൻ വേണ്ടി ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ തന്നാൽ ജീവിതകാലം മൊത്തം 1,05,000 കെട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു പ്രിൻ്റർ മാറ്റർ ടൈപ്പ് ചെയ്ത് അല്ലെ വോയിസ് മെസ്സേജ് ചെയ്ത് മലയാളത്തിൽ അത് അയക്കുക. അതിനുശേഷം ഞാനും കൂടെ സംസാരിക്കും. ഇപ്പോൾ ഇന്നലെ ഒരാളെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പുള്ളി എൻ്റെ വീട്ടിലൊരു സ്റ്റുഡിയോ റെഡിയാക്കി വന്നിട്ട് എൻ്റെ ഓരോന്നും എടുത്തിട്ട് ഒരു പേജ് ഉണ്ടാക്കുകയാണ്. ഞാൻ പേജ് ഉണ്ടാക്കിയിട്ട് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുക. അതിനു മുമ്പ് വോയിസ് മെസ്സേജ് ഞാൻ എല്ലാവരും അയക്കുക. വോയിസ് മെസ്സേജിൽ അയക്കുക. ഞാൻ വളരെ നേരിട്ട് കോവിഡ് കാരണമാണ് ഞാൻ അങ്ങോട്ട് വരാത്തത്, അല്ലെങ്കിൽ അതുകൊണ്ട് എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് തന്നെ എന്നുവെച്ചാൽ നമുക്ക് അഹങ്കാരം കാണുന്നതായിട്ട് അവർക്ക് തോന്നുന്നതുകൊണ്ട് അവർക്ക് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അവർ ഏത് നേരമെങ്കിലും കേൾക്കുമല്ലോ എൻ്റെ മെസ്സേജ്. കേൾക്കുമ്പോൾ അതിനകത്ത് കേൾക്കുന്നതിൻ്റെ കൂടെ പ്രസന്റേഷൻസ് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. നേട്ടങ്ങളൊക്കെ വളരെ വളരെ വലിയ റെസ്പോൺസ് ഉണ്ട്, വളരെ വലിയ രീതിയിൽ പോകുന്നുണ്ട്. ഞാൻ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഇപ്പോൾ പറയുമ്പോൾ ഈ ഫൈനാൻഷ്യൽ ഇയറിൽ ജനുവരി തന്നെ ഇമ്മിഡിയേറ്റ് ആവാൻ കഴിഞ്ഞ് മാത്രമല്ല, ഇപ്പം ഞാൻ COTയുടെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. നിയർലി 20 lakh കമ്മീഷൻ ഞാൻ ഈ ജനുവരി മുതൽ വാങ്ങിക്കഴിഞ്ഞു. അതിനകത്ത് മാക്സിമം കമ്മീഷൻ മാർച്ച് 7 നിന്ന് വീട്ടിൽ ഇരുന്ന് ചെയ്ത ബിസിനസ്. അതായത് എൻ്റെ കഴിഞ്ഞ 35 വർഷത്തെ ചരിത്രത്തിൽ എൻ്റെ എല്ലാ ബിസിനസ്സും ഡിസംബർ കഴിഞ്ഞാൽ വരുന്നത് സാധാരണ പണ്ട്. അങ്ങനെ വന്ന് പിന്നെ ഇമ്മീഡിയറ്റ് വന്നതിന് ശേഷം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബറാണ്. ഇപ്പം ഏപ്രിൽ, മെയ്, ജൂണിലൊന്നും എനിക്ക് ബിസിനസ് കാണത്തില്ല. ഇപ്പം എനിക്ക് ഏപ്രിൽ, മെയ്, ജൂണിലാണ് കോവിഡ് ആയിട്ടാണ് ഞാൻ കൂടുതൽ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ കോവിഡ് എനിക്ക് ഒരിക്കലും പ്രയോജനങ്ങളുണ്ടായിട്ടുണ്ട്. ശരി സാർ, അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ സാറ് പറഞ്ഞു നിർത്തിയെടുത്തു തുടങ്ങുകയാണ്. സാറ് ജനുവരി തുടങ്ങുമ്പോഴാണ് നമ്മുടെ കലണ്ടർ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. MDRTക്കുള്ള ക്വാളിഫിക്കേഷൻ റൗണ്ട് തുടങ്ങുന്നത് ജനുവരി 1 തൊട്ട് ഡിസംബർ 31 വരെയാണ്. ഫെബ്രുവരി 8-നാണ് സാറ് ഈ വർഷത്തെ MDRT ക്വാളിഫൈ ചെയ്തത്. സ്വാഭാവികമായിട്ടും ഡിവിഷനിലെ തന്നെ ഫസ്റ്റ് MDRT ആണ് സാർ. കൊല്ലം 1 ബ്രാഞ്ചിന് അഭിമാനം ഉണ്ടാക്കിയ ഒരു നേട്ടമാണ് സാർ. അത്തരത്തിലുള്ള ജനുവരി തൊട്ട് ഏതാണ്ട് 39 ദിവസം കൊണ്ട് ഏതാണ്ട് 10 lakhs ഫസ്റ്റ് ഇയർ കമ്മീഷൻ നേടുന്ന തരത്തിൽ സാർ നേരത്തെ പറഞ്ഞു ഏപ്രിൽ, മെയ് ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുമ്പോഴും ജനുവരി 39 ദിവസം കൊണ്ടാണ് സാർ MDRT കംപ്ലീറ്റ് ചെയ്തത്. അതിലേക്ക് സാറ് പോയ ഒരു വഴി ഒന്നറിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർക്ക് കൂടെ ഒരു പ്രചോദനവും. തീർച്ചയായും ഇത് ഒരു ബ്യൂട്ടിഫുൾ ചോദ്യമാണ്. എൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നെ ചോദിച്ചു കോവിഡ് ഇല്ലേ എന്ന് ചോദിച്ചു. അവിടെ ഒരു ഞാൻ പറഞ്ഞു കോവിഡ് വരുമ്പോൾ ഒരു ദുഃഖമുണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്.
ആ ജനുവരി ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ആ ഓപ്പർച്യൂണിറ്റിയാണ് ജീവൻ നമുക്ക് ക്ലോസ് ചെയ്യാൻ പോകുന്നത്. അതിന് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. വേറെ അർത്ഥമൊന്നുമില്ല. ജീവൻ നമുക്ക് ആ സമയത്ത് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി അതായിരുന്നു. ജീവൻ നമുക്കായിരുന്നു മാർക്കറ്റ് ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞതുപോലെ ഫെബ്രുവരി 8ഉം 10 ലക്ഷമൊന്നുമില്ല, 30 ലക്ഷമാണ് ഞാൻ ജനുവരി 30 ചെയ്തത്. LIC കംപ്ലീറ്റ് ചെയ്ത് തരാൻ ബുദ്ധിമുട്ടിയതുകൊണ്ടും 1-2 കോടിയുടെ പോളിസികൾ മുടങ്ങി. അതായത് 1 കോടിയുടെ തന്നെ 3 പോളിസി കൊടുത്തു. 1 crore 3 പോളിസി കൊടുത്തു. അതുകൂടാതെ 25 lakhs 8 പോളിസി കൊടുത്തു. എൻ്റെ ഈ വർഷത്തെ ഇപ്പം അടുത്ത നേട്ടം, ഈ വർഷം ഞാനിപ്പം ഇത് പറഞ്ഞോണ്ട് അടുത്ത ബഡ്ജറ്റ് ഇപ്പം ആക്ച്വലി ഞാൻ ആദ്യമേ ഒരു പ്ലാൻ ചെയ്യും. എല്ലാ പ്രോഡക്റ്റും എടുത്ത് വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യുന്നതല്ല ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു സ്ഥാപനത്തിന് ലോണിന് പോകുമ്പോൾ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ചോദിക്കും. ഇപ്പം ഗാർമെൻറ്റ്സ് യൂണിറ്റ് ഉണ്ട്, അതിനകത്ത് ഏതെങ്കിലും ഒരു ഗാർമെൻറ്റ്, ഒരു ഷർട്ടോ അല്ലെങ്കിൽ ഒരു പാൻറ്റോ അല്ലെങ്കിൽ ഒരു ഫ്രോക്കോ എടുത്ത് വെച്ചുകൊണ്ടായിരിക്കും പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഉണ്ടാക്കിയ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 25 lakhs ജീവൻ ഉമാക്ക്, ഇയർലി 2 ലക്ഷം രൂപ പ്രീമിയം, 50,000 രൂപ കമ്മീഷൻ, 44 ലക്ഷം രൂപയ്ക്കകത്ത് എത്ര 50,000 ഉണ്ട്. 44 ലക്ഷം എന്ന് പറഞ്ഞാൽ TOT ആണ്. 91 പേരെ കണ്ടാൽ മതി. ഇപ്പൊ 8 പേരെ കണ്ടേ. ഈ ഡിസംബറിനകത്ത് 91 പേരെ കണ്ടാൽ TOT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം വീട്ടിൽ ഇരുന്നുകൊണ്ട് മാസം 1 ലക്ഷം രൂപ വാങ്ങാം. തീർച്ചയായും MDRT മെമ്പർ ആയി കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം മാസം 15,000 രൂപ വാങ്ങാം. ഒരു MDRT ആയി കഴിഞ്ഞാൽ ആ വ്യക്തി മരിച്ചു പോയാലും കുടുംബത്തിന് മാസം തോറും 10,000 കിട്ടും. ഇത് ഏത് പ്രൊഫഷനിൽ കിട്ടും? ഇപ്പൊ ഈ വർഷം 100 കോടിയുടെ ബിസിനസ് ചെയ്തു ജയലക്ഷ്മി. അടുത്ത വർഷം ബിസിനസ് ഇല്ലെങ്കിൽ കച്ചവടമില്ല. ഞാൻ ഈ വർഷം 100 കോടിയുടെ ബിസിനസ് ചെയ്താൽ ശരിക്കും പറയാൻ പോയി കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം എന്റെ വീട്ടുകാർക്ക് ലാഭം ഞാൻ ഇല്ലെങ്കിലാണ്. ഞാൻ ഉള്ളെങ്കിലാണ് കറണ്ടും ഡയറിയും കാര്യം എനിക്ക് കൂടുതൽ ചിലവാകും. കസ്റ്റമേഴ്സിന് ഒരുപാട് കാര്യം കൊടുത്തു. അപ്പം ഒരു വ്യക്തി ഇല്ലെങ്കിൽ പോലും ആ കുടുംബം രക്ഷപ്പെടാൻ ശരിക്കും ഒരു TOT മെമ്പർ ആയി കഴിഞ്ഞാൽ, TOT ഒന്നും ചിന്തിക്കണ്ട, സാധാരണക്കാരൻ ഒരു MDRT ചിന്തിക്കാം. MDRT ചിന്തിക്കാൻ 25 പേരെ കണ്ടാൽ മതി. ഒരു വർഷം 360 ദിവസം 20 പേരെ കാണാൻ കഴിഞ്ഞില്ല, പിന്നെ എന്തിനാണ് ഈ ജീവിതം? ഒരു വർഷം 25 പേരെ, അങ്ങനെ 25 പേരെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 35-45 ഇടയ്ക്ക് ഉള്ള ആളുകൾ കാണാൻ പറഞ്ഞത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 lakhs പോളിസിക്ക് സ്പെഷ്യൽ റിപ്പോർട്ട് വേണ്ട, മെഡിക്കൽ വേണ്ട. 45 വയസ്സിനകത്ത് ഒരാളെ കണ്ട് 20 ലക്ഷം 20 എഴുതാൻ പോകുമ്പോൾ 10 കിട്ടട്ടെ, 5 കിട്ടട്ടെ. പക്ഷെ അങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും എൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രാഞ്ചിൽ ഒരു ടീം വിളിച്ച് ബ്രാഞ്ച് മാനേജർ എനിക്കൊരു സമയം തന്ന് നമ്മുടെ ഇരിക്കുന്ന എല്ലാവരെയും അവരുടെ ഹിസ്റ്ററി എനിക്ക് തരണം. വേറെ എവിടെയും പോകണ്ട, പുതിയ ആളുകൾ ആരെയും കാണരുത്, കാണാനേ പോകരുത്. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് മാത്രം എടുത്താൽ മതി. എനിക്ക് കഴിയുന്നില്ല. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് മാത്രം എനിക്ക് 2 കൈ 2 കാലം ഒരു സുബ്രായരേ ഉള്ളൂ, ഒരു അസിസ്റ്റന്റ് സുബ്രായരും ഇല്ല. എന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ ഏജന്റുമാരെ ഞാൻ ഒരു മാസം കൊണ്ട് MDRT ആക്കാനുള്ള വഴി പറഞ്ഞുതരാം, ചെയ്യിപ്പിച്ചും തരാം. അവരുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് ലിസ്റ്റ് എടുത്തിട്ട് ഇടുന്നാൽ മതി. അയ്യോ ഭഗവാനെ ഇവരെ വിട്ടുപോയല്ലോ എന്ന് പറയാം. കസ്റ്റമറിന് വേണ്ടി വേറെ ഓടണ്ട. ഒരു 300 കസ്റ്റമറെങ്കിലും ഇല്ലാത്ത സാധാരണ ഏജന്റില്ല. ആ 300 കസ്റ്റമർ ഞാനീ പറഞ്ഞ് ജെന്യൂനാണ്. ആ 300 കസ്റ്റമർ എടുത്തിട്ട് ആദ്യം അവർക്കെല്ലാം ക്രിട്ടിക്കൽ ഇല്ലസ് റൈഡർ ഇല്ല എന്നുള്ള കാര്യം അറിയാം. ക്രിട്ടിക്കൽ ഇല്ലസ് റൈഡർ പോകുമ്പോൾ ഓരോ ജീവനാൻ പോളിസി 1 ലക്ഷം രൂപ പോളിസി ക്രിട്ടിക്കൽ ഇല്ലസ് റൈഡർ. സോ വി ക്യാൻ സ്റ്റാർട്ട് ലൈക്ക് ദാറ്റ്. അങ്ങനെ പോകുമ്പം 1 ലക്ഷം എഴുതാൻ സ്ഥലത്ത് 10 ലക്ഷം എഴുതി കൊണ്ടുവരാം. അത് MDRT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ലക്ഷം രൂപ പ്രീമിയം മതി. 30 ലക്ഷം രൂപയ്ക്ക് എത്ര 50,000 ഉണ്ട്? 50,000 വെച്ച് കിട്ടുന്നതാണെങ്കിൽ എത്ര 50,000 ഉണ്ട് നോക്കും? 60. ഇത്രയേ ഉള്ളൂ. അപ്പൊ 60 പേരെ കാണാൻ കഴിഞ്ഞാൽ മതി. പക്ഷെ ആ MDRT ആയി കഴിഞ്ഞ നേട്ടം ഈ 30 ലക്ഷം രൂപയ്ക്ക് ആദ്യത്തെ 2 വർഷം 7.5% കമ്മീഷനും തുടർന്ന് 5% കമ്മീഷനും മിനിമം 15 വർഷം. അത് തന്നെയാണ് മൊത്തത്തിൽ 15,000 രൂപ ആവറേജ് ഇൻകം. ഒരു MDRT ഇനി ഈ നേരത്തെ ഒരു ഇൻകം ഉള്ള ഒരാൾ, ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നേരത്തെ ഒരു ഇൻകം ഉള്ള ആൾ MDRT ചെയ്യുകയാണെങ്കിൽ ആ 10 ലക്ഷം രൂപ FD ഇടുക, മാസം ഒരു 8,000 രൂപ വരുമാനമായി. ഈ ബിസിനസ്സിൽ നിന്നും കമ്മീഷൻ കിട്ടുന്ന ഒരു 17,000 വരും. അപ്പം 25,000 രൂപ. ഒരു MDRT ആയാൽ കൊച്ചു മലയാളത്തിൽ പറഞ്ഞാൽ ഡെയിലി 1,000 രൂപ ഇൻകം. ഒരു MDRT മെമ്പർ ആയാൽ അടുത്ത 15 വർഷത്തേക്ക് ഡെയിലി 1,000 രൂപ ഇൻകം കിട്ടുന്ന ഒരു പ്രൊഫഷൻ പറയാമോ? സാർ പറഞ്ഞതിനകത്ത് ഏറ്റവും വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ്, വേറെ ഏതൊരു കച്ചവടത്തിന് ഇറങ്ങിയാലും ഒരു സാധനം വിൽക്കുന്നത് വരെ മാത്രമേ നമുക്ക് അതിന്റെ കമ്മീഷൻ കിട്ടത്തുള്ളൂ. പിന്നെ പക്ഷെ LIC എന്ന് പറയുന്നത് 15 വർഷത്തേക്ക് ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ ആ 15 വർഷവും കമ്മീഷൻ കിട്ടുന്ന വേറൊരു പ്രൊഫഷനും ഇല്ല എന്നുള്ളത് സത്യം. സാറിനോട് വീണ്ടും ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമുക്ക് ചില കാര്യങ്ങൾ കാണും ജീവിതത്തിൽ, നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിച്ച് കിട്ടുന്ന ഒരു സാധനം നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിനെ അങ്ങ് പൊള്ളിച്ചുകൊണ്ടേയിരിക്കും നമുക്കത് കിട്ടാനായിട്ട്. സാർ എപ്പോഴും ഒന്നാമതെത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. സാർ എപ്പോഴും ഒന്നാമതെത്തിയിട്ടുള്ള ആളുകളാണ്. ആഗ്രഹിച്ചപ്പോഴൊക്കെ സാർ ഒന്നാമതെത്തിയിട്ടുണ്ട്. അപ്പം എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, ജീവിതത്തിൽ സാറ് നേടണമെന്ന് ആഗ്രഹിച്ച ഒരു നേട്ടം എന്നാൽ ഇതുവരെ നേടിയിട്ടുമില്ല, അതിനി ഏതെങ്കിലും അങ്ങനെ ഉണ്ടോ? ചിലപ്പോൾ നമ്മൾ പൗലോ കൊയ്ലോയൊക്കെ പറഞ്ഞിട്ടുണ്ട്, വെൻ യു വാണ്ട് ടു റീച്ച് സംതിങ് ദ ഹോൾ യൂണിവേഴ്സ് വിൽ കോൺസ്പയർസ് വിത്ത് യു. അപ്പോൾ അതുപോലെ താങ്കളെ ഈ പ്രപഞ്ചം ഇങ്ങനെ കോൺസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു
നേട്ടം, ആഗ്രഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. അല്ല, ആഗ്രഹങ്ങൾ കുറെ ഉണ്ട്, എന്നാലും അങ്ങനെ സാറിനെ ഉറങ്ങാൻ സമ്മതിക്കാത്ത ഒരു ആഗ്രഹത്തെ കുറിച്ചാണ് ചോദിച്ചത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അത് വളരെ ബാലിശമായ രസകരമായ കാര്യങ്ങളാണ്. എനിക്ക് ഈ ഇഡ്ഡലി കച്ചവടം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ. അതായത് ഇഡ്ഡലി എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മാസം മുതൽ 80 വയസ്സ് വരെ ആളുകൾക്ക് ദഹിക്കുന്ന ആഹാരമാണ് ഇഡ്ഡലി. പഞ്ഞു പോലെ ഇരിക്കും ഇഡ്ഡലി. പൊന്നി ഇഡ്ഡലിയുടെ മാനുഫാക്ചറിങ് ടെക്നിക്സ് ഒക്കെ എനിക്കറിയാം. പൊന്നി അരി വാങ്ങുക, ഉഴുന്നുപരിപ്പ്, ടാങ്കിൻ്റെ ഉഴുന്നുപരിപ്പ് വാങ്ങുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊരു ലക്ഷ്യമുണ്ട്. ഓക്കെ. അല്ല, എൻ്റെ പ്രൊഫഷനിൽ ഞാൻ എന്തെല്ലാം വിചാരിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം എത്തിയിട്ടുണ്ട്. ഞാൻ ഇരിക്കും, ഇപ്പം ഒരു പെൻഡിങ് ഇരിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, TOT മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിലും എത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യം കോർപ്പറേറ്റ് മെമ്പർ ആകാൻ വിചാരിച്ചു. ട്രിവാൻഡ്രം ഡിവിഷനിൽ തന്നെ ആദ്യത്തെ കോർപ്പറേറ്റ് മെമ്പറായിട്ട് 3 വർഷം. കോർപ്പറേറ്റ് മെമ്പർ ആകുമ്പം വേൾഡ് ടൂർ LIC അറേഞ്ച് ചെയ്യുമായിരുന്നു. മറ്റേ ഞാൻ അമേരിക്കയിൽ പോകുന്ന എൻ്റെ സ്വന്തം കാശ് കൊണ്ട് പോയിക്കൊണ്ടു. LIC അറേഞ്ച് ഞാൻ എൻ്റെ വൈഫും മോളും കൂടെ ഈജിപ്തിൽ പോയിട്ട് വന്നു. ലോക അതിശയങ്ങളൊന്നായി ഈജിപ്റ്റ് കാരണം LIC കാരണമാണ് കഴിഞ്ഞത്. അപ്പോൾ കോർപ്പറേറ്റ് മെമ്പറായി. അപ്പം അതെല്ലാം കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പോഴും മനസ്സിൽ നേടിക്കൊണ്ടിരുന്ന ഒരു ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഡു സംതിങ് ടു അതേഴ്സ്. എന്നെ സംബന്ധിച്ചോളം അതിന് ഉച്ചയ്ക്ക് രസവും സാമ്പാറും ചമ്മന്തിയും മാത്രം മതി. എനിക്ക് വേറൊന്നും വേണ്ട. ആഹാരത്തിന് വളരെ തൃപ്തനാണ്. എനിക്ക് തൃപ്തിക്കുറവ് എൻ്റെ ജീവിതത്തിൽ ഒന്നിലും ഉണ്ടായിട്ടില്ല. എൻ്റെ പൊക്കത്തിലോ വണ്ണത്തിലോ കളറിലോ കാര്യത്തിലോ ഒന്നുമില്ല. ഞാൻ ആരാണോ അതിനകത്ത് ഞാൻ തൃപ്തനാണ് ഇപ്പോഴും. അപ്പം ഈ സാധിക്കാൻ വയ്യാത്തായിട്ടുള്ള അങ്ങനെ ഒരു ആഗ്രഹം എനിക്കിതുവരെ തോന്നിയിട്ടില്ല. അങ്ങനെയുള്ള ആഗ്രഹം, അങ്ങനെ ഞാൻ പറഞ്ഞത് പിന്നെ ഒരു ചെറിയൊരു കാര്യമുണ്ട്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് പറയാറുണ്ട്. ശരിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് ഇനി പോയി സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെ 35 സെഞ്ചുറി അടിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. അപ്പം പോസിബിലിറ്റി ആറ്റിറ്റ്യൂഡാണ് നല്ലത്. പോസിബിലിറ്റി ആറ്റിറ്റ്യൂഡ്, അതായത് എന്നെക്കൊണ്ട്, എൻ്റെ സുബ്രായലുവിനെ കൊണ്ട് എന്തൊക്കെ കഴിയും അതിന് മാക്സിമം ചെയ്യാൻ കഴിയുമോ. ഇപ്പം എനിക്ക് കഴിയും. ഇനി 100 പേരെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ, ഈ ഡിസംബറിനകത്ത് കണ്ടു കഴിഞ്ഞാൽ TOT ആണെങ്കിൽ 44 ലക്ഷം രൂപയാണ്. TOT 44 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ പ്രീമിയം മേടിച്ചടയ്ക്കുന്ന 1,76 ലക്ഷം രൂപ. അപ്പോൾ ജീവിതകാലം മൊത്തം മന്ത്ലി 1 ലക്ഷം രൂപ റിന്യൂവൽ കമ്മീഷൻ കെട്ടിക്കൊണ്ടിരിക്കും. അത് ഞാൻ ഇപ്പോഴേ ബില്ല് എഴുതാൻ പോവുക. ആ ഒരു മോളെ ഉള്ളൂ. മോൾക്ക് ഇതിനിടയ്ക്ക് ഇപ്പം അടുത്ത് തന്നെ മോളുടെ പേരിൽ തന്നെ ഞാൻ ജീവശാന്തി പറഞ്ഞിട്ട് ഞാൻ പറയുന്ന എല്ലാം ഞാൻ ചെയ്താണ് കാണിക്കുന്നത്, എൻ്റെ പോളിസികൾ ഉൾപ്പെടെ. എൻ്റെ മോൾക്ക് 25 lakhs ജീവൻ മുമ്പ് എടുത്ത് കഴിഞ്ഞു ആൾക്കാർ 2 വർഷമായി. എൻ്റെ മോളുടെ പേരിൽ 30 lakhs FD ജീവൻ. അത് എൻ്റെ ടെക്നിക്ക് എങ്ങനെയെന്ന് പറഞ്ഞാൽ 30 ലക്ഷം FDയിൽ നിന്നും ഇയർലി 2 ലക്ഷം പലിശ കിട്ടും. ആ 2 ലക്ഷം അതിനകത്തൊന്നും ഒരു സങ്കടമില്ല. ഇതേ ഉള്ളൂ, എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടെ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമോ, എനിക്ക് കുറച്ചുകൂടെ ആയുസ് നീട്ടി തരണേ എന്ന് പ്രാർത്ഥിക്കുക. ഇതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ സാർ. അപ്പോൾ സാറിൻ്റെ ആഗ്രഹം പോലെ തന്നെ TOT പിന്നെ അതുകൊണ്ട് ഇഡലി ബിസിനസ്സും ഒക്കെ പുഷ്പിക്കട്ടെ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ആശംസ. അതുപോലെ തന്നെ വേറൊരു കാര്യം, ആസ് എ പെർഫോമർ, സാറ് തിരുവനന്തപുരം ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല പെർഫോമേഴ്സിൽ ഒരാളാണ്. അപ്പോൾ ആസ് എ പെർഫോമർ സാറിന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു നിർദ്ദേശം, സന്ദേശം? സാറ് പറഞ്ഞു സാറിൻ്റെ ജീവിതം കൊണ്ടാണ് സാർ എല്ലാം കാണിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നാൽ സാറിൻ്റെ ജീവിതത്തിൽ നിന്ന് പകർത്തിയെടുക്കാൻ ആൾക്കാർ ശ്രമിക്കുന്നുണ്ടാകാം. പക്ഷെ എന്നാലും അവർക്ക് വ്യക്തമായ വാക്കുകളിലൂടെ സാറിന് എന്തെങ്കിലും അവരോട് പറയാനുണ്ടെങ്കിൽ ഒരു ചുരുങ്ങിയ വാക്കുകളിലൂടെ അതുകൂടി പറഞ്ഞാൽ. അങ്ങനെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒന്നുമേ ഇല്ല. അവരവരുടെ ജീവിതം, പിന്നെ ഇതിനെല്ലാത്തിനും മേളിലൊരാൾ കൂടെ നമ്മളെ സഹായിക്കണം. ഈശ്വരൻ്റെ കൃപ ഉണ്ടെങ്കിൽ ഇതെല്ലാം കഴിയത്തുള്ളൂ. അപ്പം മനസ്സിൽ ശരിക്കും ഈ കോവിഡ് നമ്മുടെ അഹങ്കാരങ്ങൾ എടുത്തു കളയാൻ വേണ്ടി ദൈവം തന്നൊരു കാര്യമാണ്. അഹങ്കാരം വെച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനകത്ത് ഒരിക്കലും നമുക്ക് നന്മകളുണ്ടാവത്തില്ല. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ജലസിയും അഹങ്കാരങ്ങളൊന്നും ഇല്ലാതിരുന്നാൽ തന്നെ ശാന്തമായി ചിന്തിക്കാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ നേട്ടങ്ങൾ താനേ വന്നുകൊള്ളും. ബാക്കിയുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ടും ബാക്കിയുള്ളവരെ പോലെ ആകാനും ശ്രമിക്കാതിരുന്നാൽ ജീവിത വിജയം നേടാൻ കഴിയും. അതിന് വേറെ ഒന്നും വേണ്ട. സിനിമാ നടൻ ശ്രീനിവാസൻ തന്നെയാണ് ഒരു ഉദാഹരണം. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, ഒരു ഗ്ലാമറും ശ്രീനിവാസനില്ല. പൊക്കമില്ല, വണ്ണമില്ല, ശബ്ദ ഗാംഭീര്യമില്ല, അല്ലേ? പക്ഷെ ഹീ നോസ് ഹിസ് വീക്ക്നെസ്. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി തട്ടുന്നുള്ളൊരു സോട്ട് അനാലിസിസ് എന്ന് പറയുന്ന പോലെ ആ വീക്ക്നെസ്സിനെ പുള്ളി സ്ട്രെങ്ത് ആക്കി മാറ്റി. ഇന്ന് മോഹൻലാലിനെക്കാളും നമ്മൾ ഇഷ്ടപ്പെടുന്നത് ശ്രീനിവാസൻ. സോ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയണോ? അപ്പോൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ താൻ ആരാ എന്താണെന്ന് ഫൈൻഡ് ദ റിയൽ യു ഇൻ യു. ദാറ്റ് ഈസ് ദ മെയിൻ തിങ്. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നീ ആരാണെന്ന് നിനക്കേ അറിയത്തുള്ളൂ. വേറൊരാൾക്ക്, നമ്മളെ സംബന്ധിച്ച് നമുക്കേ അറിയത്തുള്ളൂ, വേറൊരാൾക്ക് അറിയത്തില്ല. നമുക്കേ അറിയത്തില്ല, പിന്നെ ആരറിയും? ഫൈൻഡ് ദ റിയൽ യു ഇൻ യു, ദെൻ എവറിത്തിങ് വിൽ കം ഈസിലി. പിന്നെ ഇതേ ഉള്ളൂ, അഹങ്കാരങ്ങളില്ലാത്ത മനസ്സും മറ്റുള്ളവരുടെ വളർച്ചയിൽ ഒരിക്കലും ഈ പറയുന്ന പോലെ അലോസരപ്പെടരുത്. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വേറെ സിമ്പിളാണ്. ഓക്കെ സാർ,
റിയൽ നൈസ് ടൈം വിത്ത് യു. താങ്ക് യു. സാർ ആദ്യം പറഞ്ഞ കണക്ക് സാർ ഒരു മണി എന്ന് പറയുന്ന പേരിൽ തുടങ്ങി സുബ്രായലു എന്ന് പറഞ്ഞ ബ്രാൻഡിൽ എത്തി നിൽക്കുന്ന ഒരാളാണ്. സാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ തീർത്തും ഒരു ഏജന്റിനെ സംബന്ധിച്ച് ബ്ലൂം ചെയ്തു വരുന്ന ഒരാളെ സംബന്ധിച്ച് കൃത്യമായി അയാൾ ഫോളോ ചെയ്തു പോവുകയാണെങ്കിൽ സാർ നേരത്തെ പറഞ്ഞ കണക്ക് 30 lakhs എന്ന് പറയുന്നത് എത്ര 50,000 ചേരുന്നതാണെന്ന് സാർ പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള സ്ട്രാറ്റജികളൊക്കെ കൊണ്ട് പുതിയ പുതിയ ആൾക്കാർ സാറിന്റെ പാതയിലൂടെ വരട്ടെ, LICയിലേക്ക് ബിസിനസ്സുകൾ ഉണ്ടാവട്ടെ. സാറിന് ഇനി വീണ്ടും സാറിന്റെ ആഗ്രഹങ്ങൾ പോലെ TOTയും അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ എത്താൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നന്ദി. നമസ്കാരം.